കൂലി എന്ന് പറഞ്ഞ സിനിമയല്ലേ, നമ്മുടെ ശോഭൻ ഷെയർ, പുള്ളി ഇതുപോലെ ഫ്രണ്ട് ടൂത്തിനിടയിൽ ഒരു ഗ്യാപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് നോർമലാണോ? അത് നോർമലി നമുക്കത് കാണാൻ സാധിക്കുന്നതാണോ? അതിന് മിഡ് ലൈൻ ഡയസ്റ്റീമ എന്നാ പറയുന്നത്. അത് യൂഷ്വലി ഒത്തിരി റീസൺസ് കാരണം ആവാം. ചിലപ്പോൾ അത് ജനറ്റിക് ആവാം, ഹെറിഡിറ്ററി ആവാം. രണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ബാൻഡ്സ് ഉണ്ട്. ആ ബാൻഡ് തിക്ക് ആണെങ്കിൽ, ലിപ്പിലോട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ, ലിപ്പ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ ബാൻഡ് മൂവ് ചെയ്ത് പല്ല് മുന്നോട്ട് പോകും, എന്നിട്ട് സ്പേസ് ആവും. അതായിരിക്കും ചിലപ്പം റീസൺ. അല്ലെങ്കിൽ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ. ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് എന്ന് വെച്ചാൽ ഇറക്കുമ്പോൾ ഫോൾട്ടി സോളോയിങ് പാറ്റേൺ. നോർമൽ പാറ്റേണിൽ നാക്ക് പല്ലേൽ പുഷ് ചെയ്യത്തില്ല, പക്ഷെ ഫോൾട്ടി ആകുമ്പോഴത്തേക്ക് നാക്ക് പല്ല് പുഷ് ചെയ്തുകൊണ്ടാണ് ഇറക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാരുണ്ട്. അവർക്കും ഈ ഡയസ്റ്റീമ കാണാറുണ്ട്. അടുത്തൊരു റീസൺ ബൈറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ, എപ്പോഴും ഇങ്ങനെ പല്ല് സ്പേസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ബൈറ്റ് കറക്ഷൻ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ ഈ സ്പേസ് ക്ലോസ് ചെയ്യാം. ഈ റീസൺസ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിനിയേഴ്സ്, കോമ്പോസിറ്റ് വിനിയേഴ്സ് അല്ലെങ്കിൽ സെറാമിക് വിനിയേഴ്സ് വെച്ച് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ പല്ലിൽ കമ്പിയിട്ട് ഓർത്തോ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അലൈനർ വെച്ച് ക്ലോസ് ചെയ്യുക. പക്ഷേ ഈ കോസസ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ സ്പേസിങ് വന്നത്, ഈ ഡയസ്റ്റീമ വന്നത്, അത് റൂൾ ഔട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. റൂൾ ഔട്ട് ചെയ്യാതെ ഓർത്തോ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ വിനിയേഴ്സോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫെയിലാകും. ഓർത്തോ ആണെങ്കിൽ കംപ്ലീറ്റ്ലി റിലാപ്സ് ആവും. ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ഇൻബിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റിലാപ്സ് ആവും. തിരിച്ച് എല്ലാ സ്പേസും അതുപോലെ അങ്ങ് ഓപ്പൺ ആവും. അപ്പോൾ ആ ഒരു ഫാക്ടർ, എന്താണ് റീസൺ, അത് കണ്ടുപിടിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ.